ഓണപ്പൂക്കളങ്ങൾക്ക് രാജകീയ പ്രൗഢിയേകുന്ന കിരീടം പൂവ് ഗതകാല സ്മരണയാകുന്നു. നഗരവൽക്കരണവും പുതുമ തേടലുമാണ് ഈ പൂവിനെ മലയാളി മുറ്റങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാക്കിയത്. പരമ്പരാഗതമായി ഓണപ്പൂക്കളങ്ങളിൽ ഉപയോഗിച്ചിരുന്നതും ഓണവുമായി അടുത്ത ബന്ധമുള്ളതുമാണ് കിരീടം പൂവ്. ശ്രീകൃഷ്ണന്റെ കിരീടത്തോട് സാദൃശ്യമുള്ളതിനാൽ കൃഷ്ണകിരീടമെന്നും ചിലയിടങ്ങളിൽ ഹനുമാൻ കിരീടമെന്നും ഈ പൂവ് അറിയപ്പെടാറുണ്ട്. ഓണത്തപ്പനെ അലങ്കരിക്കാനും പൂക്കളമിടാനും കിരീടം പൂവ് ഉപയോഗിക്കും. തൃക്കാക്കരയപ്പന് മുകളിലാണ് കിരീടം പൂവിന്റെ സ്ഥാനം. പൂക്കളങ്ങൾക്ക് പ്രത്യേക രൂപഭംഗി നൽകുന്നതിനും അരികുകളിൽ അതിർവരമ്പിനും അനുയോജ്യമാണ്. എന്നാൽ ഇന്ന് തുമ്പയും മുക്കുറ്റിയും പോലെ കൃഷ്ണകിരീടവും ഓണപ്പൂക്കളങ്ങളിൽ കാണാനില്ലെന്ന് വീട്ടമ്മമാർ പറയുന്നു. കൃഷ്ണകിരീടം എന്ന് പറയുന്ന സാധനം ഇപ്പോ എവിടെയോ കാട് പ്രദേശത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ വീടുകളിലൊന്നും കൃഷ്ണകിരീടം കാണുന്നില്ല, മുക്കുറ്റി കാണുന്നില്ല, തുമ്പ കാണുന്നില്ല. തുമ്പയൊക്കെ നാശമായി പോയി തോന്നുന്നുണ്ട്, ഒക്കെ വംശനാശം വന്നു തോന്നുന്നു. അത് നമ്മുടെ കളത്തിൽ കാണുമ്പോൾ തന്നെ മറ്റേ നാടൻ പൂക്കൾ കാണുന്ന ഒരു പ്രത്യേകത അത് വേറെ തന്നെയാണ്. ഇപ്പോ എന്ന് പറയുന്ന ഈ നാടൻ പൂക്കൾ കാണാൻ കിട്ടാനേ ഇല്ല. അലങ്കാര സസ്യമായി വളർത്താറുണ്ടെങ്കിലും ഇന്നിവ പ്രധാനമായും കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് കാണപ്പെടുന്നത്. ചുവപ്പ് കലർന്ന ഓറഞ്ച്, പിങ്ക് നിറങ്ങൾ പൂക്കളെ ആകർഷകമാക്കുന്നു. ആകൃതി കൊണ്ടും ഭംഗി കൊണ്ടും രാജാവായ ഇവൻ പൂക്കളങ്ങളിൽ നിന്ന് പടിക്ക് പുറത്തായി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കളുടെ വരവ് ഇതിനാക്കം കൂട്ടി. TCV ന്യൂസ്, ഗുരുവായൂർ.